ചില ദിവസങ്ങള് നനഞ്ഞ കോഴീനെ പോലെ മൊത്തത്തിലൊരു ഷോകായിരിക്കും. അമ്മ അവിടെ ഷോക്ക് അടിച്ചിരുന്നോ, ബാക്കി പണികൾ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അല്ലു പണി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ മണ്ണും ചെളിയും കുഴിച്ച് കളിയാണ്. പക്ഷെ ആളുടെ കൂടെ ഒന്ന് കമ്പനിക്ക് പോയിരുന്നപ്പോഴാണ് ഞാനൊരു സംഭവം ശ്രദ്ധിച്ചത് കേട്ടോ. നമ്മുടെ ഈ ഒരു ചെടിയുടെ കുറച്ച് ഇലകൾ ഇതേ പഴുത്ത് നിൽക്കുകയാണെ, തൊട്ടപ്പം തന്നെ കയ്യിലേക്ക് പൊഴിഞ്ഞിങ്ങോട്ട് പോകുന്നു. പഴുത്ത ഇലകളൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അവിടെ എന്തോ പൂപ്പൽ പോലത്തെ ഒരു സംഭവം വന്നിരിക്കുന്നുണ്ട്, ഒരു ഫംഗസ് പോലെ. ഞാൻ ആദ്യം വേരാണെന്നാണ് വിചാരിച്ചത്. ഇനി അടിയിലെങ്ങാനും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അകത്തുള്ള പോട്ടൊന്ന് മാറ്റി നോക്കിയേ. പക്ഷെ കാര്യമായ വെള്ളമൊന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു വെള്ളത്തിൽ അത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ ചെടികളെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമൊന്നുമില്ല. നമ്മൾ നടുന്നു വെള്ളമൊഴിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും ഇതിനെപ്പറ്റി വലിയ അറിവില്ല. ഇനിയിപ്പോൾ സൂര്യപ്രകാശത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് നല്ല വെട്ടം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹെൽപ്പർ കുട്ടൻ അപ്പുറത്തെ സൈഡ് എനിക്കുള്ള എട്ടിന്റെ പണിയായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തരം പരിപാടികളിലൊന്നും ഞാൻ അവനധികം വഴക്ക് പറയാറില്ല, കാരണം അവന്റെ പ്രായം അതാണല്ലോ. ഇനിയും കുറച്ച് ചെടികൾക്കും കൂടി വെള്ളം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലൂസിന്റെ പണികൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.